KSUവിലെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണമുണ്ട്. അന്ന് തന്നെ താങ്കളെ അതിക്രൂരമായും മൃഗീയമായും മർദ്ദിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ VD സതീശൻ ഇനി മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കൾ സർക്കാരിന് മേലൊരു പരാതി കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. പരാതി കൊടുക്കാമെന്നല്ല, അന്ന് ആരാധനയായ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് VS ജോയി KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സമയത്ത് ഞാൻ KSUവിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു അരുവിക്കര നിയോജക മണ്ഡലത്തിൽ. അപ്പോൾ അന്ന് പിണറായി സർക്കാർ അധികാരത്തിലേറ്റ സമയത്ത് ഒരുപാട് സമരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ. എൻ്റെ കൈയും കാലും വരെ അടിച്ചൊടിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ അന്ന് എൻ്റെ വീട്ടിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പോലീസിനെ കയറ്റിയിറക്കിയ സമയങ്ങൾ വരെ ഉണ്ടായിരുന്നു. എനിക്ക് സമാധാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത നില ഉണ്ടായിട്ടുണ്ട്. ഈ പിണറായി സർക്കാരിൻ്റെ അതായത് ധാർഷ്ട്യം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും ഉള്ള സമയത്ത് തന്നെ രാത്രിയിൽ നിന്നും പകലൊന്നും ഇല്ലാതെ പോലീസിനെ കയറ്റി ഞങ്ങളെ ഭയപ്പെടുത്തിയ നാളുകളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷ നേടിയതാണ് ഇന്ന് 102 സീറ്റ് പിടിച്ചുകൊണ്ട് കോൺഗ്രസ് തിരിച്ച് അധികാരത്തിലോട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ മധുര പ്രതികാരം എന്ന് തന്നെ പറയാൻ പറ്റും. ഞാൻ തെരുവുകളിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലും ബിരിയാണി കൊടുക്കാമെന്നൊരു പ്രസ്താവന കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ UDF അധികാരത്തിൽ മന്ത്രിസഭ രൂപീകരണത്തിൻ്റെ അന്ന് തെരുവോരങ്ങളിലും മെഡിക്കൽ കോളേജിലും മധുര പ്രതികാരം എന്ന രീതിയിൽ തന്നെ ബിരിയാണി നൽകുമെന്നാണ് എൻ്റെ വാഗ്ദാനം. 10 വർഷത്തിന് ശേഷം UDF വീണ്ടും കേരളത്തിലേക്ക് അധികാരത്തിൽ വരികയാണ്. അപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭരണം ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ്? കാട്ടുകള്ളന്മാരെ സാധാരണപ്പെട്ട ജനങ്ങൾ ചൂലുകൊണ്ട് അടിച്ചിറക്കി വിട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 10 കൊല്ലം കട്ടുമുടിച്ച പിണറായി സർക്കാരാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാൻ പറ്റും 102 സീറ്റ് ചരിത്രത്തിൽ കിട്ടുന്നെങ്കിൽ എത്രത്തോളം വെറുപ്പാണ് ഈ പിണറായി ഗവൺമെൻറ്റിനെതിരെ സാധാരണപ്പെട്ട ജനങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കും. നമുക്കറിയാൻ പറ്റും ഈ 10 വർഷം കൊണ്ട് ഞാനും എൻ്റെ മോളും എൻ്റെ മരുമോനും എന്നുള്ള ചിന്ത മാത്രമായിരുന്നു പിണറായി സർക്കാരിൻ്റേത്. മറിച്ചുകൊണ്ട് സാധാരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്താണ് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ? എന്തെങ്കിലും ഒരു വികസനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു? നമുക്ക് ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? സാധിക്കില്ല. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങൾ ഉദ്ഘാടനം ചെയ്യാമെന്നല്ലാതെ ഈ പിണറായി സർക്കാരിന് എന്താണ് ഇവിടെ ചെയ്യാൻ സാധിച്ചത്? ഒരെണ്ണവും സാധിക്കില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നതാണ്. ലൈറ്റ് മെട്രോ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നതാണ്. ഇങ്ങനെ പലതരം വികസനങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നതിന് ഉദ്ഘാടനം ചെയ്ത് കടന്നു കളയാൻ മാത്രമാണ് പിണറായിക്ക് സാധിച്ചിട്ടുള്ളത്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ ഈ മീഡിയക്കാർക്ക് സാധിക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രത്തോളം വികസനങ്ങളാണ് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നത്. അപ്പോൾ അതിനെ മരയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് 10 കൊല്ലം പിണറായി സർക്കാർ ഇവിടെ ഭരിക്കുന്നതിന് പറയാൻ പറ്റൂല. ഉദ്ഘാടനം ചെയ്യാൻ മാത്രമാണ് അവർ ഇവിടെ വന്നിട്ടുള്ളത്, അല്ലാതെ ഒരു പുതിയ വികസനവും കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ പ്രതിഷേധമെന്ന നിലയിലാണ് സാധാരണപ്പെട്ട ജനങ്ങൾ അടിച്ച് ചൂലുകൊണ്ട് ഇറക്കി കളഞ്ഞ് 102 സീറ്റ് ഇന്ന് UDF പിടിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിനെ നയിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ട്, അതാണ് VD സതീശൻ. ഒറ്റ കൊമ്പനും തന്നെ നമുക്ക് പറയാൻ പറ്റും. വളരെ അധികം അതായത് ധൈര്യത്തോടു കൂടി 102 സീറ്റ് പിടിച്ച് ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ 9 ദിവസമായി എന്തുകൊണ്ടാണ് പിണറായി ചലിക്കാത്തത്, വാ തുറക്കാത്തതാണ്? 34 സീറ്റ് അല്ലേ? 34 സീറ്റിൽ ഒതുങ്ങിയിട്ട് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഒറ്റ അക്ഷരം മിണ്ടാതെ പിണറായി ഒളിച്ചോടുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഇടയിൽ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ, പിണറായി വിജയൻ. അല്ലാതെ അവർക്ക് മറുത്തൊരു നേതാവില്ല. അതായത് നമുക്ക് പറയാൻ പറ്റും ഇന്ന് പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അവർ പറയും പിണറായി വിജയൻ, അല്ലാതെ വേറെ ഒരു പേരും അവർക്കില്ല.